ഗൈസ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബേബീസിനെയും കൊണ്ട് തനിച്ച് ആദ്യമായിട്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ. എപ്പോഴും ഇവർ രണ്ടാളുള്ളതുകൊണ്ട് ആരെങ്കിലേക്ക് ഇവരെ പിടിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഞങ്ങൾ മാത്രം പുറത്തേക്ക് പോകണേ. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് ഇവർ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരെ കൊണ്ടൊന്ന് പുറത്ത് പോകാനായിട്ട്. കുറച്ചായി ഞങ്ങൾ അതിന് വേണ്ടി നടക്കണം. പക്ഷേ ഇവരുടെ മൂഡും സന്ദർഭമൊക്കെ ഒത്തു തന്നെ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവാമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ദൂരേക്കൊന്നും പോകണില്ല കേട്ടോ. ഞങ്ങൾ എയർപോർട്ട് വരെ പോകണുള്ളൂ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. അവിടെ ചെന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാനാണ് ഞങ്ങളുടെ പ്ലാൻ. രണ്ടുപേരെ എൻ്റെ കയ്യിലിരിക്കണേ. അവർക്കുള്ള എല്ലാ സാധനങ്ങളും കയ്യിൽ എടുത്തു വെച്ചിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും നേരെ രാത്രിയായി. പോരാതെ മഴയും പെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ പ്ലാനും കൊള്ളായിന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ട് ഇത്രയും പാടിയിട്ട് ഇവിടെ വരെ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് പോലും പേടിച്ച്. പക്ഷെ മഴയൊക്കെ പെട്ടെന്ന് മാറിയിട്ടോ. എന്തായാലും പുറത്ത് നിൽക്കാനുള്ള ടൈമൊന്നുമില്ല. പോരാതെ ഇത്രയും നേരം കാറിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവർ അതിൻ്റെ അസ്വസ്ഥതയൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നേരെ കടയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോരാന്ന് വിചാരിച്ച്. അതൊക്കെ ചെറിയതായിട്ട് കരച്ചിലൊക്കെ തുടങ്ങിയെങ്കിലും ലേറ്റ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നിർത്തും. എന്ന് കയറിയിട്ട് ഇവർ രണ്ടുപേരും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാക്കൊന്ന് ഫ്രഷ് ആവാൻ പോയേക്കായിരുന്നു. അപ്പോൾ രണ്ടാളും എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ രണ്ടാളും നല്ല ചിരിച്ചൊക്കെ നല്ല രീതിയിലേക്ക് ഇരിക്കണമായിരുന്നു. നല്ല മൂഡിലാണ്. എനിക്ക് ഫുഡ് കഴിച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. പക്ഷെ ഇക്കാക്ക അങ്ങനെയല്ല, വേഗം കഴിച്ച് ചെയ്യും. അപ്പോൾ രണ്ടാളും ഞാൻ ഇക്കാക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ടൊന്ന് സമാധാനമായിട്ട് കഴിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പയ്യെ ഇറങ്ങാൻ നേരത്ത് പോയ പോലെ അല്ലായിരുന്നു. രണ്ടാളും നല്ല കരച്ചിലായിരുന്നു. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തത്. എന്തായാലും അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഇവരെയും കൊണ്ട് എങ്ങും ഒറ്റയ്ക്ക് പോകണില്ല. ആ ആഗ്രഹം തീർന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ. പിന്നെ ഒരു കമൻറ്റ് ഇട്ടേരെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാട്ടോ.